മഹത്വം. ബഹുമാന്യരായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം എന്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഈ നിങ്ങളുടെ പ്രാർത്ഥനയില് എനിക്കും ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കിയ ഈ സമയം ഏറ്റവും വിലയേറിയതായി ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിപ്പാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കണം. എന്നാലും ഞാൻ 42-ാം വാക്യം വായിക്കാം. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു. ഈ വാക്യം ധ്യാനിക്കുവാനായി ഇതിന്റെ പശ്ചാത്തലം അല്പമായി നിങ്ങളുമായി പങ്കുവെക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ ഒരു ചരിത്ര പുസ്തകമാണ്, ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിന്റെ ആദ്യത്തെ 30 വർഷത്തെ ചരിത്രമാണ് ഇതിന്റെ എഴുത്തുകാരൻ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റോൾസ് എഴുതിയ ലൂക്കോസ് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്യുവാൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവസഭയിലൂടെ അവിടുന്ന് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 2 വോളിയമായിട്ടാണ് പൊതുവെ നാം ഈ സുവിശേഷത്തെയും അപ്പോസ്തല പ്രവൃത്തികളെയും മനസ്സിലാക്കണം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം, അതാണ് ലൂക്കോസിന്റെ സുവിശേഷം. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെക്കുറിച്ചും ആയിരുന്നുവല്ലോ. ഗോസ്പൽസിൽ ജീസസ് began to teach and to do. Recording in progress. അപ്പോസ്തല പ്രവൃത്തികളിലെ ഈസ് കണ്ടിന്യൂയിങ് ടു ഡു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളപ്പോൾ ചിന്തിക്കേണ്ടത്, ഈസ് ദ ലോർഡ് ഡൂയിങ് സംതിങ് ത്രൂ ദിസ് ലോക്കൽ ചർച്ച് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതാണ് ചർച്ച്. ട്രൂ ചർച്ച് എന്ന് പറയുന്നത് ജീസസ് ഇന്നും അവിടുത്തെ ആത്മാവിനാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ട്രൂ ചർച്ച്. കർത്താവ് ഈ ലോകത്തിൽ അവിടുത്തെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഹി ഹാഡ് എ ഫിസിക്കൽ ബോഡി. പരിശുദ്ധാത്മാവ് ആ ബോഡിയിലൂടെ പ്രവർത്തിച്ചു. ഇതുപോലെ ഇന്ന് കർത്താവിനൊരു ശരീരമുണ്ട്. അത് ഫിസിക്കൽ ബോഡിയല്ല, സ്പിരിച്വൽ ബോഡിയാണ്. അത് കർത്താവിന്റെ ശരീരമാം സഭയാണ്.
എന്തെല്ലാം കാര്യങ്ങളാണ് അന്ന് കർത്താവ് അവിടുത്തെ ഐഹിക ശുശ്രൂഷയിൽ ചെയ്തത്, അതെല്ലാമാണ് നാം ഉൾപ്പെട്ടിരിക്കുന്ന ദൈവസഭയിലൂടെ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ചിന്ത നമ്മളിൽ വരണം. കർത്താവ് ഇവിടെ നമ്മൾ കാണുന്നത് ആദ്യത്തെ 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ ആദ്യത്തെ ഈ 30 വർഷത്തിൽ ജീസസ് ഈസ് കണ്ടിന്യൂയിങ് ടു ഡു ആൻഡ് ടു ടീച്ച്. നമ്മൾക്കിത് പഠിക്കുന്ന നിമിത്തം നമ്മുടെ ജീവിതത്തില് അനുഗ്രഹമായി തീരുകയും നമുക്ക് ഏവർക്കും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ശരിക്കും ആ നിലയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടോ, ഇല്ല എങ്കിൽ മടങ്ങി ആ അപ്പോസ്തോലിക സഭയുടെ പാറ്റേണിലേക്ക് വരുവാനായി കർത്തൃകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. അപ്പം 1-ാമത്തെ ചാപ്റ്റർ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഹോളി സ്പിരിറ്റിന്റെ പ്രോമിസ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായിട്ടാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഹോളി സ്പിരിറ്റ് കാത്തിരുന്ന 120ഓളം ആളുകളുടെ മേൽ കടന്നു വരുന്നതായിട്ടാണ്. 3-ാം അധ്യായം മുതൽ 28 വരെ തുടർന്ന് ആത്മാവ് ചെയ്ത പ്രവൃത്തികളാണ്. അതുകൊണ്ട് തന്നെ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റോൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പല വേദ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടാറുണ്ട്, ദീസ് ആർ ദ വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റോൾസ്, ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട്. ആത്മാവാണ് സഭയെ ഭരിക്കുന്നത്, ആത്മാവാണ് സഭയിലൂടെ പ്രവർത്തിക്കേണ്ടത് എന്ന വലിയ ദൂതാണ് ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. സ്പിരിറ്റിന്റെ വർക്കിംഗ് ഇല്ലാതെ ചർച്ച് ലൈവ് ആകുന്നില്ല, ചർച്ച് പ്രയോജനപ്പെടുന്നില്ല എന്നത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ 1-ാം അധ്യായത്തിന്റെ 4, 5, 8 വാക്യങ്ങളിലാണ് സ്പിരിറ്റ് ബാപ്റ്റിസത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ആമുഖമായി കുറച്ചു സമയമെടുത്ത് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലായില്ലെങ്കിൽ നാം വായിച്ച കുറിവാക്യവുമായിട്ട് നമുക്ക് ആ കുറിവാക്യത്തെ ക്ലാരിറ്റിയോടുകൂടി ചിന്തിപ്പാൻ കഴിയുകയില്ല. 4, 5 വാക്യങ്ങളിൽ അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനിയും ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു എന്നൊരു പദപ്രയോഗമാണ്. Baptism in the Holy Spirit is a commandment of the Lord. നമ്മുടെ ഇടയിൽ നമ്മൾ പലപ്പോഴും പറയുന്നത്, ബ്രദറെ അവന്റെ കൽപ്പനയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്നിലുണ്ടെന്നോ ഇല്ലെന്നോ പറയും. എന്താ നമ്മൾ അർത്ഥമാക്കിയത്? സ്നാനപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാ. അപ്പൊ സ്നാനത്തിന്റെ വില ഞാൻ കുറച്ച് കാണുകയല്ല. സ്നാനം കൽപ്പന തന്നെയാണ്. പക്ഷെ സ്നാനം മാത്രമല്ല കൽപ്പന, പരിശുദ്ധാത്മ സ്നാനവും കൽപ്പനയായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇസ് എ കമാൻഡ്മെന്റ്. ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്ന എത്ര സഭകളുണ്ട്? പെന്തക്കോസ്റ്റിൽ ആണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോ പെന്തക്കോസ്റ്റുകാരാണല്ലോ. അപ്പൊ നിങ്ങളെല്ലാം പറയും വി ആർ റിയലി സീരിയസ് അബൌട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു കണക്ക് ഞാൻ പറയാം. നമ്മുടെ ഈ സഭാ ആരാധനകളിൽ
ഇടത്തുവശത്തെല്ലാം സഹോദരിമാരായിരിക്കുന്നത് അല്ലേ, വലത്ത് സൈഡിലെല്ലാം സഹോദരന്മാരാ. യൂഷ്വൽ ഫോർമാറ്റ്. ഈ സഹോദരന്മാരിൽ ഒന്ന് ചെക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് 80 to 90% they have no clue about the baptism in the Holy Spirit. അങ്ങനെ ആയിപ്പോയി. പണ്ടൊരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു. അല്പസ്വല്പമൊക്കെ ഇൻട്രസ്റ്റും കാര്യങ്ങള് പ്രാപിച്ചു, ചിലര് പ്രാപിച്ചത് പോലെ, ചിലര് ശക്തിപ്പെട്ടെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പെർസെൻറ്റേജ് കൂടുതല് ഈ ഇടത്തെ ഭാഗത്തിൽ ഇരിക്കുന്ന സഹോദരിമാർക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ പ്രാദേശിക സഭ അനുസരിച്ചാണ് വിലയിരുത്തല്. മേ ബി യു ആർ ഡിഫറെന്റ്, ബട്ട് യൂഷ്വലി ദിസ് ഇസ് ദ പാറ്റേൺ. ശരിക്കും ആർ വി സീരിയസ് അബൌട്ട് ദിസ് കമാൻഡ്മെന്റ്, ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം? അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, കർത്താവ് ശിഷ്യന്മാരോട് പറയാ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ വാഗ്ദത്തം ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണെന്നാണ് താഴോട്ട് പറയുന്നത്. അപ്പൊ ജീസസ് പറയുന്നത് അവിടുന്ന് നേരിട്ട് തിരഞ്ഞെടുത്ത ഈ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും ജൂഡസ് സംഘം വിട്ടുപോയി. ഹീസ് ഗോൺ. ബാക്കിയുള്ളവര് സുവിശേഷ വേലയ്ക്ക് തയ്യാറല്ല. 3-3.5 വർഷം കർത്താവ് കൊണ്ട് നടന്ന് ട്രെയിൻ ചെയ്ത് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ഒരു ഘട്ടത്തിൽ അധികാരത്തോടെ ഇവരെ അയച്ച് ഇവർ ഭൂതങ്ങളെ പുറത്താക്കി, എണ്ണപൂശി പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കി, ഇവർ മാനസാന്തരം പ്രസംഗിച്ചവര് ഇപ്പോൾ കർത്താവ് പറയാ, യു ആർ നോട്ട് യെറ്റ് റെഡി, ക്യാരി ഇൻ ജെറുസലേം, കാത്തിരിക്കണം. ഇതാണ് കർത്താവ് പറയുന്നത്. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇല്ലാതെ ഫുൾഫിൽ ചെയ്യാനൊക്കത്തില്ല. യേശു ട്രെയിൻ ചെയ്ത ശിഷ്യന്മാരോട് പറയാണ്, യു ബെറ്റർ സ്റ്റേ ഇൻ ജെറുസലേം, ഡോണ്ട് ഗോ. പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ മനസ്സിൽ വരും, ഞാനിപ്പോ അങ്ങനെ വലിയ ശുശ്രൂഷയൊന്നുമില്ല, ഞാൻ ഇവിടെ ജോലിയോടുകൂടി ചെയ്യുന്നതേ ഉള്ളൂ, ഞാനിപ്പോ അങ്ങനെ ഒരു വലിയ ശുശ്രൂഷകനൊന്നുമല്ല. വലിയ ശുശ്രൂഷകനോ ചെറിയ ശുശ്രൂഷകനോ ഒന്നുമല്ല എന്നുള്ളതല്ല വിഷയം. സഭയുടെ ഭാഗമായി രക്ഷിക്കപ്പെട്ട് കർത്താവ് സഭയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് എ മിനിസ്ട്രി. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സഭ ഹ്യൂമൻ ബോഡിയോട് ഉള്ള ബന്ധത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വെറുതെ അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ, അങ്ങനെയില്ല. എവ്രി സിംഗിൾ പാർട്ട് ഓഫ് അവർ ബോഡി ആസ് എ ഫങ്ഷൻ എന്നതുപോലെ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിലെ ഭാഗമായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു ഫങ്ഷൻ ഉണ്ട്, ഒരു മിനിസ്ട്രി ഉണ്ട്, ഒരു ശുശ്രൂഷയുണ്ട്. അത് നമ്മുടെ ബലത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. What is Holy Spirit baptism? ആ ബാപ്റ്റിസം എന്ന വാക്ക് തന്നെ കണ്ടു. വിശ്വാസ സ്നാനത്തിനും ഇത് തന്നെയല്ലേ ബാപ്റ്റിസം, മുക്കുക. ബാപ്റ്റോ, ബാപ്റ്റിസ്മ എന്നൊക്കെയുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. ഹോളി സ്പിരിറ്റിൽ മുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആളിന്റെ ഉള്ളത്തിൽ ആത്മാവില്ലേ? പിന്നെ എന്താണ് ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്? ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ മൊത്തമായി ആത്മാവാകുന്ന ദൈവം നിയന്ത്രിക്കുന്ന പ്രത്യേക അനുഭവം. യുവർ ഹോൾ പേഴ്സണാലിറ്റി ഈസ് enveloped under the presence and power of the Holy Spirit. അതൊരു റിയൽ അനുഭവമാണ്.
That's a genuine experience. പലപ്പോഴും നമ്മള് ഈ ചില ആളുകൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുന്നവരുടെ ചിന്ത, ഇത് പെന്തിക്കോസുകാരെല്ലാം കൂടി ഇങ്ങനെ തമ്പേറിട്ട് തല്ലി 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 എന്തോ പരിപാടി ഒപ്പിക്കുന്നത്. നോട്ട് അറ്റ് ഓൾ, നോട്ട് അറ്റ് ഓൾ. ഇതും വൈകാരികമായിട്ട് ഇങ്ങനെ ഇളക്കി പിന്നെ എന്തെങ്കിലും വൈ വരുന്ന എന്തൊക്കെയോ പറയുക. നോ, ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് നമ്മെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവം. That is a genuine experience. ദൈവം ആഗ്രഹിക്കുന്നത് ആ അനുഭവം എല്ലാവരും പ്രാപിക്കണമെന്ന്. അതൊരു ഗിഫ്റ്റാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത്, മേ ബി ഐ ഹാവ് ടു ബി വെരി ഹോളി ഓർ സംതിങ്. നോ, ആത്മാവിന്റെ സജീവമായ ബലം നമുക്കില്ലാതെ കർത്താവ് ആഗ്രഹിക്കുന്ന ഹോളിനെസ്സിൽ പോലും നമുക്ക് നടക്കാനൊക്കത്തില്ല. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ യു ആർ ക്വാളിഫൈഡ് ടു റിസീവ് ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ നിങ്ങൾ ഈ സൂമിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ടുനൈറ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്നിടത്ത്, ഇഫ് യു ആർ റെഡി, ഇഫ് യു ആർ ഡിസയറിങ്, ആ വാക്യം ഉപയോഗിക്കാൻ കാരണം ജോൺ 7:37 പറയുന്നത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ദാഹം വേണം, യേശുവിന്റെ അടുക്കൽ വേണം, കുടിക്കണം. അല്ലാതെ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു ക്രിട്ടിക്കൽ മനോഭാവത്തോടെ അനലൈസ് ചെയ്ത് സ്ക്രൂട്ടിനി നടത്തി. നോ, you come to Jesus, express your desire, Jesus will fill. വേറെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. കർത്താവ് നേരിട്ട് തരുന്ന ഗിഫ്റ്റാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. യു ഡോണ്ട് വർക്ക് ഫോർ ഇറ്റ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിനു വേണ്ടി എന്തോ പ്രയത്നിക്കുകയല്ലോ. കാത്തിരിക്കാൻ പറഞ്ഞാൽ ഐ സിംപ്ലി ഡിസയർ ആൻഡ് ടാരി. ഇറ്റ്സ് എ ഗിഫ്റ്റ്, നോട്ട് ഓൺ മൈ മെറിറ്റ്. മെറിറ്റിലാ കിട്ടുന്നതെങ്കിൽ പിന്നെ ഗിഫ്റ്റ് അല്ലല്ലോ. ഐ ഏൺഡ് ഇറ്റ് എന്നാ പറയേണ്ടത്. ചില ആളുകളൊക്കെ അറിയാതൊക്കെ അങ്ങനൊക്കെ അങ്ങ് പറഞ്ഞു പോകും. 21 ദിവസം ഇരുന്ന് ഞാൻ പിടിച്ചു മേടിച്ചെന്നൊക്കെ. ഷോ, ദിസ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ദ ലോർഡ്. അപ്പം 1-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിന്റെ പ്രോമിസ് ആണ്. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സാധാരണക്കാരായ കുറെ ആളുകൾ, മോസ്റ്റ് ഓഫ് ദം വർ നോട്ട് എഡ്യൂക്കേറ്റഡ്, അങ്ങനെയുള്ള കുറെ ആളുകൾ, അവരെയാണ് കർത്താവ് ലോക സുവിശേഷീകരണത്തിന് തിരഞ്ഞെടുത്തത്. അവരോടാണ് പറയുന്നത്, സ്റ്റേ ഇൻ ജെറുസലേം. നിങ്ങൾ ആ സംഘത്തെ ശരിക്ക് പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജൂഡസ് ജസ്റ്റ് കെട്ടിയാന്ന് ചത്തതേ ഉള്ളൂ. എന്തൊരു ചീത്തപ്പേരാണ് ആ സംഘത്തിന് ഉണ്ടാകാൻ പോകുന്നത്. അവരാണോ സുവിശേഷീകരണത്തിന് ഇറങ്ങേണ്ടത്? അവര് നേരിട്ട് കണ്ടതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ. പക്ഷേ ജെറുസലേമിൽ മുഴുവനും സ്റ്റോറി പടർന്നിരിക്കുന്നത് ആരോ കർത്താവിന്റെ ശവശരീരം കട്ടുകൊണ്ടുപോയതാണ്. അങ്ങനെയുള്ള ഒരു സംഘത്തോടാണ് കർത്താവ് പറയുന്നത്, ജസ്റ്റ് സ്റ്റേ ഇൻ ജെറുസലേം. ഈ സകല നെഗറ്റീവ് കാര്യത്തെയും പോസിറ്റീവ് ആക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ പരാമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ആ അവസാനം വ്യാഴാഴ്ച രാത്രിയിൽ കർത്താവ് ബൈബിൾ സ്റ്റഡി എടുത്തു. യോഹന്നാന്റെ സുവിശേഷം 13:31 മുതൽ 16-ാം അധ്യായം മുഴുവനും എക്സ്റ്റെൻസീവ് ആയിട്ടൊരു ബൈബിൾ സ്റ്റഡി എടുത്തു. അതിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അതാണ് കർത്താവ് ഇവിടെ
ഈ 4-5 വാക്യങ്ങളിൽ പറയുന്നത് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം. He has already spoken to them about the Holy Spirit. ഈ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിലൂടെ കിട്ടേണ്ട റിസൾട്ട് ആണ് 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. Jesus has promised his disciples power, spiritual power, to be his witness. Jerusalem, Judea, Samaria, and to the uttermost parts of the world. ഇതാണ് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിലെ കർത്താവിന്റെ സഭയ്ക്കും കർത്താവ് അവരെ നിയോഗിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കണമെങ്കിൽ ദിസ് ഇസ് ദ മെയിൻ പോയിന്റ്. രക്ഷിക്കപ്പെട്ട ആളുകൾ ദൈവാത്മാവിനെ പ്രാപിക്കുവാനായി, രക്ഷിക്കപ്പെട്ടവർക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ ദൈവാത്മാവുണ്ട്. ദൈവാത്മാവിന്റെ ആ ബാപ്റ്റിസം ഏറ്റെടുക്കുവാനായി അവർ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാലഘട്ടത്തിൽ പെന്റക്കോസ്റ്റൽ അനുഭവത്തിലുള്ളവർക്ക് ഈ കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മിക്കവാറും ഒക്കെ എല്ലാ ശനിയാഴ്ചയും കാത്തിരിപ്പ് യോഗമാണ്. ഇപ്പൊ കാത്തിരിപ്പ് യോഗം ഒന്ന് വയ്ക്ക്, ആര് വരാനാണ്? അങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഇല്ലാതെ പോയി. എന്താണ് റിസൾട്ട് ഇതിൻ്റെത്? പവർലെസ് പീപ്പിൾ. ബേസിക് ആയിട്ട് റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളാണ്. അപ്പൊ നിങ്ങളായിരിക്കുന്ന ദേശത്ത് അതൊരു മറ്റ് മതത്തിന്റെ ഒക്കെ കീഴിലുള്ള ഒരു ദേശമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ കഴിയും. God can use anyone and everyone. നമ്മൾ ദൈവകരങ്ങളിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി, നാം ആള് മാറിയവരായി മാറും. ചർച്ചിന്റെ എല്ലാ അന്തരീക്ഷവും മാറും. നമ്മൾ പറയല്ലേ, റിവൈവ് us Lord, revive us Lord. The moment we are baptized in the Holy Spirit, ആ ജെനുവിൻ എക്സ്പീരിയൻസിനകത്ത് വ്യക്തിപരമായ റിവൈവൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ ആവർത്തിച്ച് പറയുക, to all the youngsters who are hearing me and watching me, the experience is real. It is genuine. ചില ആളുകൾക്ക് പറ്റുന്നത് അവര് വേറെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടോ ഒക്കെ ഒഫൻഡഡ് ആയി പോകുന്നവർ കണ്ടേക്കാം. Just go to the scripture. Scripture പറയുന്നതാണ് റൈറ്റ്. അതുപോലെ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിലൂടെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ വരാത്ത ഒരു വിശുദ്ധന്, ഒരു ക്രിസ്ത്യന്, he cannot live an overcoming life. കാരണം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? വിളിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു. നമ്മൾ എന്തിനാണ്? എവിടെ നിന്ന് പെട്ടു? ഫ്രം സെൻ, ഫ്രം ദ വേൾഡ് ഓർ ലോക വ്യവസ്ഥിതികളിൽ നിന്ന് നമ്മളെ വിടുവിച്ചിരിക്കുക. ഇനി എന്താണ്? ജീസസ് നമ്മുടെ മുൻപിൽ നടക്കുകയാണ്. ജീസസ് ഈസ് അവർ എക്സാമ്പിൾ. എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകാനാ. ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് ലൈഫ് that God is pleased with. ജീസസിന്റെ ഹ്യൂമാനിറ്റിയിൽ ജീസസ് ഒരു മോഡൽ കാണിക്കാൻ, ഒരു എക്സാമ്പിൾ കാണിക്കാൻ, ദാറ്റ്സ് ദ ലൈഫ് ഹി വാണ്ട്സ് us to live. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജീസസ് ജീവിച്ചതുപോലെ നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ ഒക്കുമോ? ഇറ്റ്സ് ഇംപോസിബിൾ. ഇംപോസിബിൾ. കാരണം അത് സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. ആ ലൈഫ് ജീവിക്കണമെങ്കിൽ ഐ നീഡ് സൂപ്പർ നാച്ചുറൽ പവർ ഓഫ് ഗോഡ്. അപ്പൊ നാണയത്തിന്റെ രണ്ടു വശം. ഒന്ന്, ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ, ഐ നീഡ് ദ പവർഫുൾ presence of the Holy Spirit, the leading of the Holy Spirit, the power of the Holy Spirit.
മിനിസ്ട്രിക്കും വേണം, എനിക്ക് ജീവിതത്തിലും വേണം. ഓവർകമ്മിങ് ലൈഫ്. എല്ലാവർക്കും ടെംപ്റ്റേഷൻ ഉണ്ടാകും. Everyone will have. You cannot escape that. You have to face it. പക്ഷെ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ ഒരു അമാനുഷിക ദൈവിക ശക്തിയും ആത്മാവിന്റെ നടത്തിപ്പും നമുക്ക് ആവശ്യമാണ്. പുതിയ നിയമസഭ ഈ കാര്യം തീർച്ചയായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ഐഹിക ശുശ്രൂഷയിൽ കർത്താവിന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു. ആത്മാവിനാൽ അവിടുന്ന് നടത്തപ്പെട്ടു. ആ സെയിം ആത്മാവിനെയാണ് നമ്മുടെ മേലും തരുന്നത്. വാവ്, അതെത്ര വലിയ അനുഭവമാണ്. സെയിം ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ദൈവസഭയിലൂടെ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ഗിഫ്റ്റുകളാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എല്ലാം ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനായി ആത്മാവ് വരുമ്പോഴാണ് എല്ലാവരുടെയും ഫങ്ഷൻസ്. Some are called to preach, some to teach, some to prophesy, അങ്ങനെ various gifts. നമുക്ക് ഈ ഒരു കർത്താവിന്റെ ടീച്ചിങ്സിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. 2-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 2-ാം അധ്യായത്തിന്റെ ഒരു വിഭജനം ഞാൻ പറയാം. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിലാണ് ഏകദേശം 10 ദിവസത്തോളം കാത്തിരുന്ന 120 പേരുടെ മേൽ ആത്മാവ് വരുന്നത്. അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ അവർ ഓരോരുത്തരുടെ മേൽ വന്ന് പതിഞ്ഞു. പെട്ടെന്ന് കൊടിയ കാറ്റിന്റെ ശബ്ദം. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അത് ആദ്യത്തെ 4 വാക്യങ്ങളിൽ. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഭയങ്കര ഒരു പുരുഷാരം ഓടിക്കൂടി, വലിയ ഒച്ചപ്പാടും ഒക്കെ ഉണ്ടായി. അവർ 2ആയിട്ട് തിരിഞ്ഞു. കുറെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. കുറെ ആളുകൾ പറഞ്ഞു നോ, ഇതൊരു ദൈവപ്രവൃത്തിയാണ്. അവരുടെ നടുവിൽ 14-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ പീറ്റർ എഴുന്നേറ്റ് ഒരു പ്രസംഗം നടത്തുകയാണ്. ഈസ് പ്രീച്ചിങ് ക്രൈസ്റ്റ്. പാരമ്പര്യ യഹൂദനോട് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവിനെ ക്രൂശിച്ച ആളുകൾ അവരോട് യേശുവിനെ പ്രസന്റ് ചെയ്യുകയാണ്. 36-ാം വാക്യം വരെ ആ പ്രസംഗമാണ്. 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ 37-ാം വാക്യത്തിൽ അവരുടെ ഒരു ചോദ്യമാണ്, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? 38-ാം വാക്യത്തിൽ മറുപടി, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് കുറെ കാര്യങ്ങളൂടെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ വേർപെടണം. 41-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ പീറ്ററിന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ലിസൺ ടു ബി വെരി കെയർഫുള്ളി. ആരാണ് സ്നാനമേൽക്കേണ്ടത്? പെന്തക്കോസ്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് രക്ഷിക്കപ്പെടാത്തവരെ കൊണ്ട് മുക്കുക. യൗവനക്കാരെല്ലാം ആ ഡേഞ്ചറിലാണ്. 14, 15 വയസ്സാകുമ്പോൾ മോനെ സ്നാനപ്പെടണം കേട്ടോ, സ്നാനപ്പെടണം. ചേട്ടാ ഇതൊരു ശല്യമായല്ലോ എന്നാ പിള്ളേരോർക്ക്. ഓക്കെ, ഞാൻ സ്നാനപ്പെടണമെങ്കിൽ സ്നാനപ്പെടാം. പിന്നെ വലിയ മിടുക്കന്മാരുണ്ട്, അവര് പറയാം ഒരു ടച്ച് ഫോൺ മേടിച്ചാൽ സ്നാനപ്പെടാം, കമ്പ്യൂട്ടർ മേടിച്ചെന്നാ ഞാൻ സ്നാനപ്പെടാം, ഉറപ്പാ. അപ്പൊ പിന്നെ അങ്കിൾ എന്ത് ചെയ്യും? പപ്പ എന്തോ ചെയ്യും? ഒരു ടച്ച് ഫോൺ മേടിച്ചു കൊടുക്കാം. അവൻ അതല്ലാതെ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും അവൻ ചോദിച്ചില്ലല്ലോ. അപ്പൊ ഇവൻ സ്നാനപ്പെട്ടത് എന്തിനാണ്? സ്നാനപ്പെട്ടത് ഫോൺ മേടിക്കാൻ. ഇതിപ്പോ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഞാന് ഒരു ലോക്കൽ ചർച്ചിലെ പാസ്റ്ററാണ്. പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വരും. പലപ്പോഴായി പലരും വന്ന് ചർച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലിസൺ ടു മീ കെയർഫുള്ളി. ഒരിക്കൽ ഒരു മോള്, അവൾ അന്യഭാഷയിൽ ആരാധിക്കുന്നവളാണ്. ഇവിടുത്തെ ഒരു അംഗത്തെ കല്യാണം കഴിച്ച് വന്നതാ. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ദൈവവചനം കേട്ട് അവള് രക്ഷിക്കപ്പെട്ടു. അവള് തന്നെ ചോദിക്കുന്നു, അപ്പൊ ഞാനാ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ എന്തോ?
ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഒന്നും ഞാൻ പറയുന്നില്ല. ദിസ് ഇസ് എ ഡേഞ്ചർ. ഞാൻ എൻ്റെ സകല മീറ്റിങ്ങുകളിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ആവോളം ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം തല്ലിക്കൂട്ടി എന്തൊക്കെയോ പരിപാടി നടത്താനാണ് ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാരുടെ തത്രപ്പാട്. ദാറ്റ്സ് നോട്ട് ദ വേ. ഹൃദയത്തിൽ കുത്തുകൊണ്ട് വചനം ശുശ്രൂഷ. എന്ത്? പീറ്റർ ലിഫ്റ്റഡ് അപ്പ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ വി വിൽ അനലൈസ് ഹിസ് മെസ്സേജ്. ജീസസ് ക്രൈസ്റ്റിനെ, ക്രൂശിതനായ ക്രിസ്തുവിനെ ആത്മനിറവിൽ പീറ്റർ ഉയർത്തിയപ്പോൾ ആ വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം, ഈ ഹാർഡ് കോർ ട്രഡീഷണൽ ജ്യൂസിന്റെ ഉള്ളത്തിൽ തുളച്ചു കയറി പാപബോധമുണ്ടായി. യോ, ഞങ്ങൾ യേശുവിനെ ക്രൂശിച്ചു. We have done a grave sin. That's the point. അവരോട് പറയാ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ turn towards God. ഇതില്ലാതെയാണോ സ്നാനപ്പെട്ടത്? വേറെ ഒരുത്തൻ വന്ന് എന്നോട് പറഞ്ഞു, ഗൾഫിൽ പോയതാ, കൊണ്ടുപോയ ആള് പറഞ്ഞു ജോലി മേടിച്ചു തരാം സ്നാനപ്പെടാൻ. പുള്ളി സ്നാനപ്പെട്ടു. എന്നോട് പറഞ്ഞു, എന്റെ ഭാഷ എനിക്കിതൊന്നും അറിയത്തില്ല, അവര് ജോലി തരാമെന്ന് പറഞ്ഞ് ഞാൻ സ്നാനപ്പെട്ടു. മാനസാന്തരപ്പെട്ടോ? ഇല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഐ ജസ്റ്റ് ഡിഡ്ന്റ് നോ എനിത്തിങ്. രക്ഷിക്കപ്പെട്ടോ? ഇല്ല. സ്നാനപ്പെട്ടു. ഞാൻ ബെന്തിക്കോസ്തല. എന്താ ബെന്തിക്കോസ്ത? പിള്ളേരുടെ കല്യാണത്തിന് നമ്മൾ ഭയങ്കര വാശിയാ. എന്താ ബ്രദറെ, അവിശ്വാസിയുമായി ഇണയില്ലപ്പണ കൂടരുത്. ഓ ശരിയാണ്, വാക്യമുണ്ട്. ഈ പെന്തിക്കോസിനകത്തുള്ള രക്ഷിക്കപ്പെടാത്തവൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ? എത്ര കല്യാണങ്ങൾ അവിശ്വാസികൾ തമ്മിലാ കല്യാണം കഴിക്കുന്നത്. പെന്തിക്കോസ, they are not born again. ഈ സിറ്റുവേഷനിൽ നിന്ന് we need deliverance. ഈ മാനസാന്തരവും യേശുവിലുള്ള വിശ്വാസവും ബാപ്റ്റിസം ഇൻ വാട്ടറും ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റും ലോകത്തിൽ നിന്ന് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടണം. ഈ ദൂതെല്ലാം കേട്ടിട്ട് അത് സ്വീകരിച്ചവരാണ് സ്നാനപ്പെട്ടത്. പ്രൈസ് ഗോഡ്. അതാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് 42-ാം വാക്യം, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടി. ജീസസ് പ്രോമിസ്ഡ് ദ ഹോളി സ്പിരിറ്റ്, ദേ റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്. ആ ഫസ്റ്റ് ഡേയിൽ തന്നെ മെസ്സേജ് കൊടുത്തു, ആളുകൾ കൂടി വന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, 38-ാം വാക്യത്തിൽ മാനസാന്തരം, കർത്താവിലുള്ള വിശ്വാസം, സ്നാനം, ഇതെല്ലാം പറഞ്ഞു. ഇതുകൊണ്ട് മാത്രം നിന്നില്ല. അവർ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് 42-ാം വാക്യം മുതൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോൾ they have come into a new community. പഴയത് കഴിഞ്ഞു, ഇത് പുതിയ ഒരു കമ്മ്യൂണിറ്റിയാണ്, ക്രൈസ്റ്റ് സെന്റേർഡ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് അവിടെ നടക്കുന്നത്. ഇതാണ് 42 മുതൽ 47 വരെയുള്ള വാക്യം. എന്ന് പറഞ്ഞാൽ എന്താണത്? പെന്റക്കോസ്റ്റിന്റെ ഇഫക്റ്റുകളാണ് ഈ പുതിയ കമ്മ്യൂണിറ്റിയിൽ കാണുന്നത്. അല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ മാളിക മുറി അല്ല. മാളിക മുറിയുടെ അനുഭവം ആ കമ്മ്യൂണിറ്റിയെ എങ്ങനെയാ ഇമ്പാക്ട് ചെയ്തത്? വാട്ട് വർ ദേ ഡൂയിങ്? ഒരു ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചിലെ ഫസ്റ്റ് ചർച്ച് ജെറുസലേം ചർച്ചാണ്. അവരുടെ ഇടയിൽ എന്ത് നടന്നു? ഹോളി സ്പിരിറ്റ് അവരെ എങ്ങോട്ടാണ് നയിച്ചത്? അവരെ നയിച്ചത് അപ്പോസ്തോലിക വചനങ്ങൾ പഠിക്കാൻ, അവരെ നയിച്ചത് കൂട്ടായ്മ ആചരിപ്പാൻ, അവരെ നയിച്ചത് അപ്പം നുറുക്കുവാൻ, പ്രാർത്ഥന കഴിക്കാൻ. എന്നിട്ട് കുറെ കാര്യങ്ങൾ താഴോട്ടൂടെ പറയുന്നു. എന്നിട്ട് 47-ാം വാക്യത്തിൽ
രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ സോളിഡ് ആയിട്ടുള്ള ഇവാഞ്ചലിസവും നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ചിന്തിക്കുമ്പോൾ ഒരു ആരോഗ്യപരമായ ഒരു സഭയിൽ ഉണ്ടാകേണ്ട സവിശേഷതകളാണ് നമ്മൾ ഈ 42 മുതലുള്ള വാക്യങ്ങളിൽ ചിന്തിക്കാൻ പോകുന്നത്. ആത്മനിറവുള്ള സഭ ഏതാ? You will find it from verse 42 onwards. ഇത് ഒരു ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്, ഒരു മോഡൽ ചർച്ചാണ് യെരുശലേം ചർച്ച്. അതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. നോക്കിയേ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 42 വാക്യത്തിൽ തുടങ്ങുന്നത്. അവർ എന്ന് പറഞ്ഞ അവർ ആരാണ്? ദ ന്യൂ കൺവേർട്സ്. 41 വാക്യത്തിൽ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവരായി ഇവർ, പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളുകൾ. അതാണ് 42 അവർ. അവരുടെ ആ ജെനുവിൻ സാൽവേഷന്റെ മാർക്ക് നിങ്ങൾ കണ്ടോ? തുടർന്ന് അവർ പണ്ടത്തെ അനുഭവങ്ങളിൽ നിൽക്കാതെ ഈ പുതിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുക. ചില വലിയ മിടുക്കന്മാരുണ്ട്, അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവിടെ വരുമ്പം പണ്ടത്തെ പള്ളി പോവും. അതെന്നാ? അതങ്ങനെ ഇവിടെ ഉപ്പാപ്പനും അമ്മാച്ചനും എല്ലാരും ഇല്ലയോ? അവിടെ നമ്മളിപ്പോ ഒരു ഫ്ലാറ്റിൽ ആരെയും ബോധേഡല്ല. ജെനുവിൻ കൺവിക്ഷൻ. ഇവര് നമ്മൾ മനസ്സിലാക്കണം, പീഡനം അനുഭവിക്കാൻ പോകുന്നവരാണ്. യേശുവിന്റെ മാർഗത്തിലേക്ക് ചേർന്നുവെന്ന ആ കാലഘട്ടത്തിൽ പറയുമ്പോൾ നിന്ദയും ആക്ഷേപവും അപമാനമുള്ള സാഹചര്യത്തിലാണ് പരസ്യമായി കർത്താവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അവർ സ്നാനമേറ്റിരിക്കുന്നത്. ആൻഡ് ദേ ബിക്കം പാർട്ട് ഓഫ് ദ ന്യൂ കമ്മ്യൂണിറ്റി. അങ്ങനെ ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കർത്താവുമായിട്ട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സഭയുമായിട്ടും കമ്മിറ്റ്മെന്റ് വേണം. ചിലർ ഈ പിടി കൊടുക്കാത്ത പുള്ളികളുണ്ട്. മെമ്പറാണോ? മെമ്പർ ആണ് എന്നല്ല, പിടി കൊടുക്കത്തില്ല. ഞങ്ങള് ഫ്രൈഡേയില് ഇവിടെയും പോവും അവിടെയും പോവും, എല്ലായിടത്തും പോവും. എന്താ ക്രിസ്തീയ ജീവിതം? പെട്ടിട്ട് നമ്മളെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കർത്താവ് നയിക്കുകയാണ്. അവിടെ എന്താണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനിയും ധ്യാനിക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് 3-4 ദിവസങ്ങളുണ്ടല്ലോ. ഈ ഫസ്റ്റ് ഡേയിൽ ഞാൻ അതിന്റെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, എങ്കിൽ മാത്രമേ ഈ ചിന്തിക്കാൻ പോകുന്ന ഭാഗം നമുക്ക് ശരിക്കും മനസ്സിലാകുകയുള്ളൂ. ഒന്നാമതായിട്ട് അവിടെ കാണുന്നത്, അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ ആത്മാവ് നയിച്ച ഇടത്ത് അപ്പോസ്തോലിക ഉപദേശ പഠിപ്പീരുണ്ട്. ആത്മാവിനാൽ നിറയപ്പെട്ട ഈ വിശ്വാസികൾക്ക് വചനം പഠിക്കാനുള്ള ആഗ്രഹവുമുണ്ട്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ ഞാൻ ഒരു ലോക്കൽ പാസ്റ്റർ ആയതുകൊണ്ട് ജനത്തിന്റെ ഈ പൾസ് അറിയാം. എത്ര പേർക്കാണ് ഈ വചനം താല്പര്യം, വചനം ഇഷ്ടമില്ലാത്തവർ. ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ NASB ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കാം. മലയാളത്തിൽ ഇല്ലാത്ത 1-2 പദപ്രയോഗങ്ങളുണ്ട്. അതല്പം ഗൗരവമുള്ള പദപ്രയോഗങ്ങളാണ്. നിങ്ങൾ നോക്കിയേ. They were continually devoting themselves to the apostles' teaching and to fellowship and to the breaking of bread and to prayer. ആ വാക്ക് കണ്ടോ? continually devoted. മലയാളത്തിൽ ആ പ്രയോഗമില്ല, പക്ഷെ മലയാളത്തിലെ ഭാഷയിൽ അത് ഇംപ്ലൈഡ് ആണ്. continually devoted to the apostolic teaching. അപ്പൊ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, ഈ പുതിയ സമൂഹത്തിലെ വിശുദ്ധന്മാര് അവരൊരു പഠിക്കുന്ന സമൂഹമായിരുന്നു. ദൈവവചനം
പഠിക്കുന്ന സമൂഹം. കണ്ടിന്യൂവലി ഡിവോട്ടഡ്. ഞാൻ ആ ഡിവോട്ടഡ് എന്നുള്ള വാക്കിന്റെ ഒക്കെ അർത്ഥം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ അവർക്ക് നേതൃത്വം കൊടുത്തവരുടെ മുൻഗണന എന്ന് പറയുന്നത് ദൈവവചനം പഠിപ്പിക്കുക. അപ്പോസ്തലന്മാർ ഡോക്ട്രിൻസ് പഠിപ്പിക്കുക. ഡോക്ട്രിൻ എന്ന വാക്കുകൊണ്ട് ഹെൽത്തി ടീച്ചിങ്, ആത്മീക മനുഷ്യന് ആരോഗ്യം വരുന്ന പഠിപ്പിക്കലുകൾ. അപ്പൊ നേതൃത്വം പഠിപ്പിക്കുന്നു, കടന്നു വരുന്നവർ പഠിക്കുക. ഇതായിരുന്നു ആത്മനിറവുള്ള ഒന്നാമത്തെ ആ കമ്മ്യൂണിറ്റിയിൽ കണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് പോസ് ഫോർ എ മോമെന്റ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയാണോ? ആർ വി ലൈക്ക് ദാറ്റ് എന്നുള്ളത് അവരവർ ചിന്തിക്കുക. വായിക്കാം. ചെറിയൊരു ഡിസ്റ്റർബൻസ് അത് ശരിയായി എന്ന് ഞാൻ ചിന്തിക്കട്ടെ. 1 തിമോത്തിയോസ് 4:6. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും. 4:11. ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. 13-ാം വാക്യം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. 16-ാം വാക്യം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. 2 തിമോത്തിയോസ് 4:2. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. തീത്തോസ് 1:9 പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മൂപ്പന്മാർക്കുള്ള നിർദ്ദേശമാണ്. മൂപ്പന്മാരെന്താ? നമ്മൾ പാസ്റ്റേഴ്സ് എന്നാ വിളിക്കുന്നത്. ശരിക്കും ബൈബിൾ ടെർമിനോളജി എൽഡർ എന്നുള്ള വാക്ക. അതും എൽഡേഴ്സ് എന്ന് കാണും. പ്ലൂറലില, ബഹുവചനത്തില. ഭക്തിയോപദേശത്താൽ പ്രബോധിപ്പിപ്പാൻ, വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. ആര്? ഉപദേശി. ഉപദേശിമാരുടെ പ്രയോറിറ്റി ദൈവവചനം ശുശ്രൂഷിക്കുക. യെരുശലേം സഭയിലെ അധ്യക്ഷന്മാർ, they were apostles. അവര് വചനം പഠിപ്പിക്കുക. ആത്മനിറവുള്ള വിശ്വാസികള്, ഈ പുതിയ കൺവേർട്സ് വരുന്നത് കണ്ടിന്യൂവലി ബീങ് ഡിവോട്ടഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അല്ലാതെ സ്നാനപ്പെട്ട് കഴിഞ്ഞ ബ്രദറെ ഇന്നൊരു ക്ലാസ് ഉണ്ട് കേട്ടോ, ക്ലാസ് കഴിഞ്ഞു, ഇനിയും ബ്രദറിന്റെ കാര്യം, ഞങ്ങളുടെ കാര്യം. അതല്ല. കണ്ടിന്യൂസ് ആയിട്ട് they were being taught the word, and they are new converts. They need to be taught. ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിന്, ആത്മീക മാച്യൂരിറ്റിയിലേക്ക് വരേണ്ടതിന് they needed to be taught, and they were taught. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആത്മാവ് ദൈവത്തിന്റെ ജനത്തെ നയിച്ചത് വചനത്തിന് കീഴ്പ്പെടാനാണ്. വചനം പഠിക്കുക, വചനത്തെ സബ്മിറ്റ് ചെയ്യുക. അല്ലാതെ ആത്മാവുണ്ട്, ആത്മാവിഷ്ടമുള്ളതിനെ നടത്തുന്നു. I have nothing to do with the church, and I have nothing to do with the word, and I have nothing to do with anybody. Brother, that's not the example we see in the scriptures. ആദ്യ നൂറ്റാണ്ടിലെ സഭ അപ്പോസ്തോലിക ടീച്ചിങ് മിനിസ്ട്രിയിൽ അവര് സജീവമായിരുന്നു. ഈ അപ്പോസ്തോലന്മാരുടെ ഉപദേശങ്ങളാണ്
പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് പ്രാദേശിക സഭാ അധ്യക്ഷന്മാർ എടുത്ത് പഠിപ്പിച്ച് ജനത്തെ, പുതിയ കൺവേർട്സിനെ ഉറപ്പിക്കേണ്ടത്. ഇറ്റ്സ് എ ന്യൂ കമ്മ്യൂണിറ്റി. They need to know the counsel of God. ഇതിന്റെ പ്രയോറിറ്റി കണ്ടോ? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. നമ്പർ 1 പ്രയോറിറ്റി ദൈവവചനമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ കഷ്ണം തരികയാണെങ്കിൽ, what is the priority of your church? Is it singing? Is it going for picnic? What is the priority? New Testament churchill, it was the word of God. അല്പം കൂടി ഇത് വിശദമായിട്ട് ചിന്തിച്ചാല്, ഈ അപ്പോസ്തലന്മാർ ഇതാണ് കർത്താവിന്റെ ശുശ്രൂഷയിൽ കണ്ട് പഠിച്ച് വളർന്നത്. ജീസസിന്റെ മിനിസ്ട്രിയിൽ പ്രീച്ചിങ് ഉണ്ടായിരുന്നു, ടീച്ചിങ് ഉണ്ടായിരുന്നു, ഹീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ മത്തായിയുടെ സുവിശേഷം പോലെ സുവിശേഷം എടുത്താൽ 60% of the gospel of Matthew is pure teaching. മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണം, മത്തായി 10, മത്തായി 13, മത്തായി 18, 24, 25 ഇത് മുഴുവൻ ടീച്ചിങ് ആണ്. ഈ ടീച്ചിങ്സ് മനസ്സിലാക്കിയവരാണ് ശിഷ്യന്മാർ. അവരങ്ങനെ ട്രെയിൻഡ് ആണ്. അവരാണ് ഇവിടെ പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നത്. ഇതുപോലെ കർത്താവ് ഇവരെ കമ്മീഷൻ ചെയ്യുമ്പോൾ ഈ കാര്യം ഊന്നൽ കൊടുത്തിരുന്നു. അവിടെ നമ്മൾ അല്പസമയം നിൽക്കാൻ താല്പര്യപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഗ്രേറ്റ് കമ്മീഷന്റെ നാണയത്തിന്റെ ഒരു വശമാണ്. ഗോ ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. എന്നിട്ട് അടുത്തെന്താ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ഇത് ഗ്രേറ്റ് കമ്മീഷനാ. ഇതിനകത്തെ ട്രസ്റ്റ് എന്ന് പറയുന്നത്, ഊന്നൽ എന്ന് പറയുന്നത് ഇവാഞ്ചലിസമാണ്. ദൈവസഭ എല്ലാവരെയും സുവിശേഷീകരിക്കണം. സുവിശേഷം വിശ്വസിക്കുന്ന ആളുകളെ വെള്ളത്തിൽ മുക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തും. പക്ഷെ നാണയത്തിന് വേറൊരു വശമുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യത്തിൽ. ആ 20-ാം വാക്യത്തിൽ അതിന്റെ 2-ാം ഭാഗത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കിക്കൊള്ളു. ഇവിടെ ഇവാഞ്ചലിസത്തിനല്ല ഇവിടെ ത്രസ്റ്റ്. ആ 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലെ ഏക ക്രിയാ പദപ്രയോഗം ശിഷ്യരാക്കുവീൻ. ശിഷ്യരാക്കണേ എന്ത് ചെയ്യണം? പുതിയ കൺവേർട്ടിനെ ദൈവവചനം പഠിപ്പിച്ച് യേശുവിന്റെ അനുയായിയാക്കണം, യേശുവിന്റെ ശിഷ്യനാക്കണം. ഇതാണ് ബൈബിൾ വ്യവസ്ഥ. ഇതാണ് യെരുശലേം സഭ ചെയ്തത്. പുതിയ കൺവേർട്സിനെ they started teaching the word. അത് ഇവിടെ മാത്രമല്ല. നിങ്ങൾ 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യം അപ്പോസ്തല പ്രവൃത്തിയിൽ, ആന്റിയോക്ക് ചർച്ചിൽ they were teaching the word. അവിടെ വെച്ചാണ് ഡിസൈപ്പിൾസിന് ക്രിസ്ത്യൻസ് എന്ന പേരുണ്ടാകുന്നത്. 18-ാം അധ്യായം 11-ാം വാക്യം, കൊരിന്ത് സഭയിൽ 1.5 വർഷം പോൾ വാസ് ടീച്ചിങ് ദ വേർഡ്. 20-ാം അധ്യായത്തിൽ വരുമ്പോൾ എഫെസോസ് സഭയിൽ 3 വർഷം ടീച്ചിങ് ദ വേർഡ്. നമ്മൾ ഇവരോടൊക്കെ ചോദിക്കുക, ഇതെന്തിനാ നിങ്ങൾ ഇത്ര എഫേർട്ട് ഇടുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞിരിക്കുന്നത് വചനം പഠിപ്പിക്കണം, എന്നിട്ട് യേശുവിന്റെ അനുയായികളാക്കി മാറ്റണം. അപ്പൊ ഈ പുതിയ കൺവേർട്സ് എന്തിനാ വരേണ്ടത്? വചനം പഠിക്കാനാ വരേണ്ടത്. ആത്മാവി 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിലെ ദൈവമക്കളെ നടത്തിയത് ഞങ്ങളെ വചനം പഠിപ്പിക്കുക. They are hungry for the word. എന്റെ പ്രിയരെ, പത്രോസ് ലേഖനം എഴുതുമ്പോൾ എഴുതുന്നത് എന്താണ്?
മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കണമെന്ന്. ആര്? രക്ഷിക്കപ്പെട്ട ആളുകൾ, പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടവര്. ഈ പാലിലുള്ള വാഞ്ചയില്ലേ? കൊച്ചു ജനിച്ചോ? നമ്മളൊക്കെ മാതാപിതാക്കളാണല്ലോ. പുതുതായിട്ട് കുഞ്ഞ് ജനിച്ചപ്പോ ചുമ്മാ ഇങ്ങനെ ഇരിക്കാന്നോ? പിള്ളേര് കിടന്ന് അലയ്ക്കുന്ന പറഞ്ഞാൽ അമ്മ പാല് കൊടുക്കും, ശാന്തപ്പെടും. പക്ഷെ ഒരനക്കവും ഇല്ല, ഒരു ഞരക്കവും ഇല്ല, ഒന്നുമില്ല. യു ഹാവ് ടു റിയലി വാച്ച് ഇറ്റ്. ജനിച്ചോ എന്നുള്ളതാണ് പിന്നെ നോക്കേണ്ടത്. പിന്നെ കൊട്ടിയും തല്ലിയും ഒക്കെ നോക്കും. ഇന്നിപ്പോ ബൈബിള് വായിക്കാത്ത പുള്ളികളുണ്ട് അല്ലെ? പിന്നെ മിടുക്കരൊക്കെ ഒരു പോളിസി ഉണ്ട്, ഒന്ന് തുറന്ന് ഒന്ന് പിടിക്കുക, എന്താ നമ്മളോടുള്ള ദൂത് കൊള്ളാം. അതെന്താ? ഭയങ്കര പരിപാടികളല്ലേ, രാവിലെ തൊട്ട് നമ്മളങ്ങ് ജോലിയല്ലേ. എന്റെ പ്രിയരെ, ബൈബിള് വായിച്ച് പഠിക്കാൻ വയ്യാത്ത ജോലി എന്തിന് കൊള്ളാം ഇത്? ഈ ജോലി കൊണ്ട് എവിടെ രക്ഷപ്പെടാനാ? നമ്മൾ ഈ പിള്ളേരെ കൂടെ പഠിപ്പിക്കുന്ന ഇതാണ്. നീയുടെ പപ്പായ്ക്ക് പോലും നടന്നില്ല, നീ ആ പപ്പായെക്കാട്ടിലും വലിയ പുള്ളിയാകണം. എഡ്യൂക്കേഷന്റെ ഭ്രാന്താണ് മനുഷ്യർക്ക്. എന്താ നിത്യതയിൽ ചെല്ലുമ്പോൾ ഈ വലിയ വലിയ സംഗതികൾ കൊണ്ടും സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ വല്ലതും വില ഉണ്ടോ? ഇല്ല, ഗാർബേജ്. അത്യാവശ്യത്തിന് എന്തെങ്കിലും ഇവിടെ ഉപജീവനം കഴിക്കാനുള്ള അറിവ് വേണമെന്നതിൽ കവിഞ്ഞ് നമ്മൾ ജനിച്ച് ഒച്ചങ്ങോട്ട് മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് പരിപാടിയാ. അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ എന്താ ഡൊണേഷൻ നേരത്തെ കൊടുത്തിടാൻ നമുക്ക്. വാട്ട് ഈസ് റോങ് വിത്ത് പീപ്പിൾ? സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആത്മപ്രവൃത്തി ഉണ്ടെങ്കിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, they were baptized in the Holy Spirit and the church was being controlled by the Spirit of God. അവിടുത്തെ ലീഡേഴ്സ് preach and teach the word. ജനം വരുന്നത് we want the word. ശരിക്കും സഭയുടെ ലക്ഷ്യമെന്താ? മത്തായി 28-19-20 വാക്യമാണല്ലോ ഞാൻ ഗ്രേറ്റ് കമ്മീഷന്റെ 2-ാം നാണയത്തിന്റെ 2-ാം വശമായിട്ട് പറഞ്ഞത്. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ what is the goal of the church? The goal of the church is to make disciples. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ചർച്ചിൽ ശിഷ്യരെ ഉളവാക്കുന്നുണ്ടോ? നാം സുവിശേഷീകരണം തന്നെ നടത്തുന്നത് ശിഷ്യരെ ഉളവാക്കാൻ വേണ്ടിയാ. The goal is to make disciples. You do evangelism, bring in the new converts and teach them the word that they become disciples of Jesus. യേശുവിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യേശുവിനെ പോലെ ജീവിക്കുക. എന്താ ഈ ഉപദേശി പറയുന്നത്? യേശുവിനെ പോലെ ജീവിക്കാനോ? അങ്ങനെ വല്ലതും വേദപുസ്തകത്തിലുണ്ടോ? ഇല്ലല്ലേ. 1 യോഹന്നാൻ 2:6 എഴുതിയെടുത്ത് വെച്ചാൽ മതി. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം. ദാറ്റ്സ് ദ വേർഡ്. അതിനു വേണ്ടിയാണ് ഈ രക്ഷയുടെ അനുഭവത്തിൽ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഒരു മതത്തിന്റെ ഭാഗമാകാനല്ല. You just come somewhere to a congregation, have a 2 or 3 songs and clap your hands and go home. Is that God's ideal church? Relationship with the Lord illade oru religionന്റെ ഭാഗമാകുന്നത്, it is such a dangerous thing. We are meditating on the marks of the New Testament church. ഒന്നാമത്തെ സഭ ജെറുസലേം ചർച്ച്. ആ സഭ ഇന്ന് രാത്രി നമ്മളെ ചാലഞ്ച് ചെയ്യട്ടെ. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ട്, ഉപദേശം ഡോക്ട്രിൻ, ഹോൾസം ഇൻസ്ട്രക്ഷൻ എന്നാണ് അർത്ഥം. ഹെൽത്തി ഇൻസ്ട്രക്ഷൻ. 3000 ഫ്രഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ബിലീവേഴ്സിനെ അവർ കാര്യമായിട്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിനാണ് ഈ കൺവേർട്സിനെ നയിക്കുന്നത്.
അല്ലാതെ നമുക്ക് പുള്ളിയെ വിളിക്കാം. അതെന്താ? പുള്ളി ഒത്തിരി തമാശ പറയും, ഒരുപാട് തമാശ പറയും, നമുക്ക് എന്റർടൈൻമെന്റ്. പത്രോസും അപ്പോസ്തോലന്മാരും ഒന്നും അപ്പോസ്തോലിക ഉപദേശത്തിൽ ജോക്ക് പറഞ്ഞ് എന്റർടൈൻമെന്റ് അല്ലായിരുന്നു. ഇതാണിപ്പോ പെന്തക്കോസിൽ വന്നിരിക്കുന്നത്. ഒരാൾ എന്നോട് പറയും 2 മണിക്കൂർ ഇരിക്കും പാസ്റ്ററെ, നല്ല രസമായത്. കൊള്ളാം. Preachers and teachers are not jokers. കണ്ടോ എത്ര വലിയ അബദ്ധമാണ് ഇപ്പൊ പെന്തക്കോസിൽ കയറിയിരിക്കുന്നത്. തമാശ പറയേണ്ട വേദികളല്ല പുൾപിറ്റ്. പ്യോർ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, എനിക്ക് മറ്റൊരു മീറ്റിംഗിലേക്കും പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. ബിഫോർ ഐ ക്ലോസ്, നമുക്ക് ഇതാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇന്ന് ദൈവവചനം പെന്തിക്കോസ്തിൽ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അർത്ഥമാക്കുന്നതെന്ന് പറയാം. ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്കോ വാക്യോ എടുത്ത് വായിച്ചാൽ അത് വചന ശുശ്രൂഷയല്ല. ഉൽപ്പത്തിയിലെ ഒരു വാക്യം വായിച്ചു, വെളിപ്പാടിലെ ഒരു വാക്യം വായിച്ചു, പിന്നെ നെഹമ്യാവിലെ ഒരു വാക്യം വായിച്ചു, സദൃശവാക്യം വായിച്ചു, ഗ്ലോറി. ക്രമീകൃതമായി ദൈവവചനം പഠിപ്പിക്കുന്ന എത്രയിടമുണ്ട്. ഒരു പ്രസംഗത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആരോട് പറഞ്ഞ് അതിന്റെ അർത്ഥം എന്താണ്, ധൃതിയിൽ. ഞാൻ ചിലപ്പോൾ ഓർക്കിടെ ആസ്മ വല്ലോ വന്നു, ഈ വലിച്ചു അങ്ങ് ബുള്ളറ്റ് പോലെ അങ്ങ് പോവാ. അതെന്തിനാ? ആളുകളെ വൈകാരികമായി ഇളക്കണം. Many people are manipulating the emotions of people. കരയുക, ഇളക്കുക. അപ്പൊ നമ്മളൂടെ കൂട്ടക്കരച്ചില്. പിന്നെ ആരാധിക്ക്, ഏറ്റെടുത്ത് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ എന്ന് പറഞ്ഞാൽ കൈയടിക്കണം, പിന്നെ അതടിച്ചു. വാട്ട് ഈസ് ഗോയിങ് ഓൺ? കാതലായ ഉപദേശ സത്യങ്ങൾ അറിയാവുന്ന എത്ര വിശുദ്ധന്മാരുണ്ട് പ്രിയരെ. കാതലായ ഉപദേശം. ഗോഡ് ഈസ് ട്രയൂൺ, ത്രിയേക ദൈവം. ഉപദേശപരമായി ഹൃദയത്തിൽ അത് വിശ്വസിക്കുകയും അതിനെതിരെ ഒരു കാര്യം വന്നാൽ ഡിഫെൻഡ് ചെയ്യാൻ തക്കവണ്ണമുള്ള കാതലായ കാര്യം അറിയാവുന്ന നമ്മുടെ ഇടയിൽ എത്ര വിശുദ്ധന്മാരുണ്ട്. യേശുക്രിസ്തുവിന്റെ ദൈവത്തെ, യേശു ദൈവമാണോ? പിന്നെ പിന്നെ യേശുവിനെതിരെ ഒന്നും പറയരുത്. ഈ ദൈവത്വം ഒന്ന് പറയാമോ? Why do you believe that Jesus is God? Foundationally, we do not have the word because we are not taught the word. കഴിഞ്ഞ 25-30 വർഷമായി നടക്കുകയാണ് സൂപ്പർഫിഷ്യൽ മേഖലയിൽ ഇട്ടുകൊണ്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക. പിന്നെ ദൂതാണ്. എന്താണ് ദൂത്? ഇപ്പോഴത്തെ ജോലി അല്ല, വേറെ ഒരു ജോലി വരുന്നുണ്ട്. അത് കിഴക്ക് നിന്ന് വരുന്നുണ്ട്. ഏതാണ് ഈ കിഴക്ക്? പടിഞ്ഞാറുന്ന് വരുന്നുണ്ട്. അനുയോജ്യമാകുന്ന ജോലി. ഭൗതികമല്ലാത്ത വേറെ ദൂതുണ്ടോ? ഇല്ല, ഭൗതികമേ ഒക്കൂ. കാരണം ഈ ദിറാം എന്റെ പോക്കറ്റിൽ വരണം, ഈ ഡോളർ ചാടി എന്റെ പോക്കറ്റിൽ വരണമെങ്കിൽ അതേ നടക്കുകയുള്ളൂ. ജീസസ് എവിടെങ്കിലും ചെന്ന് ഇത് പറഞ്ഞോ? അപ്പോസ്തലനായ പൗലോസ് എന്ന് പറഞ്ഞോ? ഇത് നമുക്ക് ചിന്തിക്കാനും നേരവും ഇല്ല. Pentecost needs to be revived. ആത്മാവിന്റെ ശക്തിയോട് ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ, ഞാൻ പറയുന്ന വാക്കുകൾ വളരെ കെയർഫുൾ ആയിട്ടാണ് പറയുന്നത്, നമ്മുടെ തലമുറ കഴിഞ്ഞ് നമ്മുടെ മക്കളുടെയും അവരുടെ മക്കളുടെയും കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ പെന്തിക്കോസ്ത് കാണുമോ എന്നുള്ള ചോദ്യചിഹ്നം നിങ്ങളുടെ മുൻപിൽ ഇന്ന് രാത്രി വരണം. ഇന്ന് പെന്തിക്കോസ്ത് ഉണ്ടാകാൻ കാരണം ഇതിന് വില മുടക്കി ഇറങ്ങിയ കുറെ അപ്പച്ചന്മാരും. അവർക്ക് ജീവിതത്തിൽ വേറെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അവർക്ക് പണം ഉണ്ടാക്കുകയോ പ്രശസ്തിയോ പ്രതാപമോ ഇതല്ലായിരുന്നു അവരുടെ വിഷയം. പല പല പശ്ചാത്തലങ്ങൾ വിട്ടിട്ട് ഈ സത്യവചനത്തെ മുറുകെ പിടിച്ച്
ആത്മാവിന്റെ ശക്തിയോടെ ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്രയും ആളുകൾ ഈ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റിലേക്ക് ഭാഗവാക്കായത്, അവർ കയറി വന്നത്. നമ്മുടെ കാലത്ത് ഇഫ് വി ഡു നോട്ട് റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്, കടുത്ത വില നാം കൊടുക്കേണ്ടി വരും. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാ, യു വാച്ച് യുവർ ചിൽഡ്രൻ, ഹൗ മെനി ആർ റിയലി സേവ്ഡ്. ഐ സെഡ് റിയലി സേവ്ഡ്. അതിന് നമ്മൾ എന്തെടുത്തു? നമ്മളെല്ലാരും കൂടെ all the children can come forward. Okay, they came forward. ഇനി എന്താ? Repeat after me. From today onwards, I accept Jesus as the Savior. Hallelujah, hallelujah. Oh, എല്ലാരും saved ആയി. You think that is being saved? Is that salvation? തത്ത പറയുന്നത് പോലെ കുറെ കാര്യം പറയാം. ഞാന് ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് യൗവനക്കാരുടെ മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. അത് ഈ പാൻഡമിക്കിന് മുമ്പാ. അപ്പൊ ഞാനോർത്ത് ഇത്രയും പ്രായമുള്ള ഞാൻ ചെന്ന് ഈ യൗവനക്കാരോട് എന്താ പറയുന്നത്. അപ്പം ഞാനൊരു ഇന്ററാക്ഷൻ പോലെ നടത്തി. ഞാൻ ആ മുന്നേ ഇരിക്കുന്ന പയ്യനോട് ചോദിച്ചു, ഏയ് why did Jesus come? അപ്പൊ he had no problem answering. എന്നോട് പറഞ്ഞു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ യേശു വന്നത്. ഞാൻ അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എടാ മോനെ, 2000 വർഷത്തിന് മുമ്പ് യേശു വന്ന് മരിച്ച നിന്റെ പാപം എങ്ങനെയാടാ പോകുന്നേ? അവൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയാ, പബ്ലിക്കായിട്ട് പറയാ, അത് ശരിയാ അങ്ങള്. അപ്പൊ ഇവന് വല്ലതും അറിയാമോ? തത്ത പറയുന്നത് പോലെ പറഞ്ഞിരിക്കുക. നമ്മൾ വലിയ ഡിസെപ്ഷനിലാണ്. There are thousands and thousands of people thinking they are saved when they are not saved. രക്ഷിക്കപ്പെട്ടെന്നാണ് ചിന്ത, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം ഫാസ്റ്റ് ഫുഡ് പോലെ എല്ലാം റെഡിയാക്കി നിൽക്കുക. എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. നമ്മൾ അവിടെയാ നിൽക്കുന്നത്. We will continue, God willing, tomorrow. Okay? ജെറുസലേം ചർച്ച് 120 പേരുടെ ഒരു ചെറിയ സംഘം, അവരാണ് കാത്തിരുന്നത്. 3000 were added to them and they taught the apostolic doctrine. ഇവര് പഠിക്കാനാണ് ഡെയിലി വരുന്നത്. കണ്ടിന്യൂവലി ഡിവോട്ടഡ് എന്ന വാക്കാണ് നമുക്ക് ചില തർജ്ജിമകളിൽ കാണുവാൻ കഴിയുന്നത്. ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കട്ടെ. ഈ വചനം നമ്മളെ ചാലഞ്ച് ചെയ്യട്ടെ. ഈ വചനം നമ്മുടെ ചിന്തയിൽ പ്രവർത്തിക്കട്ടെ. Let us think clearly. നമ്മൾ എങ്ങോട്ടാ ഹെഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടവരുത്തട്ടെ. നമ്മുടെ യൗവനക്കാരെ ചലഞ്ച് ചെയ്യട്ടെ. ജെനുവിൻ ബോൺ അഗൈൻ എക്സ്പീരിയൻസ് ആയിട്ടില്ലെങ്കിൽ tonight കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്നതിന്റെ അർത്ഥം ഗ്രഹിച്ച് ട്രസ്റ്റ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബിക്കം എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ. അതിനായി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു.